അതായത് എന്താ നമുക്കൊക്കെ ഉള്ള ഡൗട്ടാണല്ലേ, ഞാനൊരു നല്ല പേരന്റ് ആണോ അല്ലേ? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ടോ? ഭക്ഷണമൊക്കെ വേറെ വെച്ച് കൊടുക്കുന്നുണ്ട്, ആഘോഷങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് ഡ്രസ്സ് അല്ലെ? ഓരോ തവണ ഫോട്ടോ എടുക്കുമ്പോഴും ഡിഫറെന്റ് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു യഥാർത്ഥ പേരന്റ് ആണോ? എന്റെ കുട്ടിക്ക് എന്താ വേണ്ടത്, എങ്ങനെയാ കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ എപ്പോഴും അസ്വസ്ഥരാണ് അല്ലെ? പ്രത്യേകിച്ച് ഈ ഒരു കെട്ട കാലഘട്ടത്തില് എന്താ പറയേണ്ടത്, സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ നമ്മുടെ മക്കളെ ഇല്ലാതാക്കുന്ന അല്ലെ? നമ്മുടെ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് എവിടെയാ നമ്മുടെ ഏറ്റവും സേഫ് സോൺ? വീടാണ് അല്ലെ? എല്ലാവരും ഒരു ഇടത്തിന് വേണ്ടി പരക്കം വായുന്ന ആളുകളാണ്. വീട് എന്ന് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ വീട്ടിലെത്തുമോ, സ്വസ്ഥമായിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് നമ്മൾ വീട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് ഓടിച്ചാടി വീട്ടിലെത്തണം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു സന്തോഷത്തിൽ പെടുന്ന ഒരു കാര്യം അല്ലെ? അപ്പൊ ആ പോയി എത്തുന്ന സ്ഥലം അത്ര സുഖമില്ലാത്തതാണെങ്കിലോ, വീട്ടിലെത്തുമ്പോഴേ അമ്മ ബഹളം, അച്ഛൻ ബഹളം, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങള്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുട്ടികളും എന്തായിരിക്കും? ഭയങ്കര അസ്വസ്ഥരായിരിക്കും അല്ലെ? നമ്മളിത് കാണുന്നുണ്ട് നിരന്തരം. ഓരോ ദിവസവും പുതിയ വെറൈറ്റി വാർത്തകളാണ് കേൾക്കുന്നത് അല്ലെ? അമ്മ കുഞ്ഞിനെ വലിച്ചെറിയുന്നു, ഉപേക്ഷിച്ചിട്ട് പോകുന്നു അല്ലെ? എങ്ങനെ തോന്നുന്നു അല്ലെ? നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ ഒരു ഏറ്റവും വലിയ മോലുള്ള ഒരു പൂവിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താ, അതിൻ്റെതായ സോഫ്റ്റോട് കൂടി നശിച്ചു പോകരുത്, അല്ലെങ്കിൽ അത് മോശമായി പോകരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെ? അപ്പോ നമ്മുടെ ജീവനിൽ നിന്ന് അടർത്തിയെടുത്ത കുഞ്ഞു മോളെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ ആരും അങ്ങനത്തെ ഒരു പേരന്റും അല്ല. ആക്ച്വലി നിങ്ങളാണ് യഥാർത്ഥ പേരന്റ് എന്ന് ഞാൻ പറയും. കാരണം എന്താ, എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ വേണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയണം, കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് ഒക്കെ അറിയാൻ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്കൂളിന്റെ ഒരു ഭാഗമാവണം. ഒട്ടുമിക്ക പേരന്റ്സും ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ വരാതിരിക്കാൻ കാരണം എന്തായിരിക്കും? ഇന്ന് എക്സിക്യൂട്ടീവിന്റെ സെലക്ഷൻ അല്ലേ, ഇത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? പക്ഷെ എന്തിനൊക്കെയോ നമ്മള് സമയമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗമാവാനൊക്കെ വന്ന പേരന്റ്സ്, യു ആർ ദ ബെസ്റ്റ് പേരന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരു നല്ല കഴിവുണ്ട് എല്ലാ പേരന്റ്സ് അല്ലെ? തീർച്ചയായും തന്നെയാണ്. അപ്പോ നമ്മളുടെ ഒരു ജീവിത കാലഘട്ടത്തിലെ സ്റ്റേജുകൾ ഏതൊക്കെയാ? ആദ്യം ശൈശവം അല്ലെ? നമ്മള് നിസ്സഹായനായി പിറന്നു വീണ ഒരു കാര്യം പോലും സ്വന്തമായി ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായി ഈ ലോകത്തേക്ക് വരുന്ന ഒരു പ്രായം, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ, പരസ്പര ആശ്രയം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. തീർത്തും നിഷ്കളങ്കരായ ഒരു അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അല്ലെ? അടുത്ത ഘട്ടമോ ശൈശവം കഴിഞ്ഞാല് ബാല്യം. നമ്മുടെ കളിച്ചിരികളൊക്കെ വരാൻ തുടങ്ങി, കുരുത്തക്കേടുകളൊക്കെ വരാൻ തുടങ്ങി അല്ലെ? അമ്മമാരാണെങ്കിൽ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഇവരെ പിടിച്ചു കെട്ടുന്നത് എങ്ങനെയെന്ന് അല്ലെ? വല്ലാത്ത അസ്വസ്ഥരാവുന്ന, ഒന്ന് ഓടുമ്പോൾ വീഴുന്ന, അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമായി നമ്മുടെ ബാല്യകാലം. ആ ബാല്യകാലഘട്ടത്തിലും അവർക്ക് നല്ല അനുഭവങ്ങൾ നൽകുക എന്നുള്ളതാണ് യഥാർത്ഥ പേരന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തതോ കൗമാരം അല്ലെ? ശരിക്കും പറഞ്ഞ കൗമാരം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ്. നല്ല അനുഭവങ്ങളും അറിവുകളും പരിചരണവും ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ പ്രായം കൗമാരമാണ്. കൗമാരത്തിൽ നമ്മൾ അവനെ എങ്ങനെ നോക്കിയോ അതുപോലെ ഇരിക്കും അവന്റെ അടുത്ത സ്റ്റേജായ യൗവനം. അവിടെയാണ് നമ്മുടെ പേരൻസിന്റെ റോൾ. കൗമാരത്തിൽ അവർക്ക് എന്ത് ഭക്ഷണം കൊടുത്തു, എങ്ങനെയുള്ള പോഷകാഹാരങ്ങൾ കൊടുത്തു, എത്രമാത്രം മാനസിക സുഖം കൊടുത്തു, എങ്ങനെ അവനെ കെയർ ചെയ്തു, എങ്കിൽ അത്രപ്പോലും മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ യൗവനവും നന്നാവുള്ളൂ. യൗവനത്തിന്റെ അവസ്ഥ എന്താ? ജോലി അല്ലെ? വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് മക്കള് അല്ലെ? കടബാധ്യതകൾ, EMI, ലോൺ അല്ലെ? കറണ്ട് ബില്ല് അല്ലെ? ഇങ്ങനെ വീട് വെക്കണം അല്ലെ? ഒരുപാട് ഉത്തരവാദിത്തം. അച്ഛനും അമ്മക്കൊക്കെ പ്രായമാകുമ്പോൾ അവരെ കെയർ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ പേരുകൊണ്ട്
അല്ലെ? എന്നിട്ട് വേണം വാർദ്ധക്യം എത്തിയിട്ട് വേണം നമുക്ക് സുഖമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ, വിശ്രമിക്കാൻ, അല്ലെ? അപ്പോ അതായത് ഈ പറഞ്ഞ എല്ലാ മേഖലകളും പരസ്പരം ബന്ധിതമാണ്, പരസ്പരം കണക്റ്റഡാണ്, ബന്ധിതമാണ്. അപ്പോ നമ്മുടെ കൗമാരത്തിൽ തുടങ്ങിയ ആ ഒരു കെയർ, അതാണ് വാർദ്ധക്യം വരെയും ഒരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഏറ്റവും നിഷ്കളങ്കരായ നമ്മളുടെ ഈ കുഞ്ഞുമക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? വേണ്ടേ? അവര് വിടുന്ന സ്കൂളിലെയും അതിന്റെ പശ്ചാത്തലവും അവർ പഠിക്കുന്നതും അവരെ അറിവുകളും പുതിയ ടെക്നോളജിയും കാര്യങ്ങളും അത് അവരിലേക്ക് എത്തുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവുന്നുള്ളൂ? നല്ല ഒരു ഭാവി, നല്ലൊരു യൗവനം ഉണ്ടാവുന്നുള്ളൂ. ശരിയാണോ? എത്ര ആൾക്കാർ ശരിയാണെന്ന് പറയാൻ പറ്റും? എത്രയൊക്കെ പറയാൻ പറ്റും ശരിയാണെന്നുള്ളത്? ശരിയാണ്, വളരെ കറക്റ്റ് ആണ്. ഓക്കെ, ഈ ജനറേഷന്റെ പേരെന്താണെന്നറിയോ? ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുക. എന്താണ് ആൽഫ ജനറേഷൻ? അതായത് നമ്മുടെ ജനറേഷനിലെ അവസാന ഘട്ടം, അതായത് 2012 മുതൽ ജനിച്ച കുട്ടികള് ആൽഫ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്, ജനറേഷനിലാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്. അതായത് ഏകദേശം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ ആ ഒരു ജനറേഷൻ, 8 ഒക്കെ ജനറേഷനിൽ പെടുന്ന കുട്ടികളാണ്. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ബുദ്ധിയുള്ളതാണ്. ശരിയാണ്, വലിയൊരു കേൾപ്പുണ്ടേ. കാരണം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു മക്കളിലേക്ക് ജനിച്ചിട്ട് ഒരു 4-5 മാസമായാൽ മതി, ഈ മൊബൈൽ ഒന്ന് കൊടുത്താൽ അവൻ എങ്ങനെയെങ്കിലും ലോകത്ത് 2-3 ദിവസം കൊണ്ട് പഠിച്ചത് തോന്നിട്ടുണ്ടാവും, അല്ലെ? മൊബൈൽ കാണുമ്പോൾ അവനിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്, അല്ലെ? ഉണ്ട്. പിന്നെന്തായിരിക്കും? ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എന്താണ്? നല്ല ആക്റ്റീവാണ്. അവരിൽ എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എടുത്തുചാട്ടം. നമ്മളെ പോലെ പേടിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോ എടുത്തുചാട്ടം, ചിന്തിക്കാതെയുള്ള പ്രവൃത്തികള്, ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ചിന്തിച്ചാൽ മതി, അല്ലെ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ അവർക്ക് എന്താണ്? ദേഷ്യം, അല്ലെ? ദേഷ്യം, അവർക്ക് ദേഷ്യം, നമുക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പറഞ്ഞൊന്നും ശരിയല്ല. മൊബൈൽ ഒന്നും ഇത്രയും കാണാൻ സമ്മതിക്കൂല, കണ്ടേ പറ്റൂ, അല്ലെ? നമ്മൾ ആരെങ്കിലും കൂട്ടാക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികള്? ഇല്ല. അതൊക്കെ നമ്മുടെ ആൽഫ ജനറേഷന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും പൊതുവായിട്ട് ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പൊതുവായൊരു പ്രശ്നമാണ്, അല്ലേ? അല്ലേ? അപ്പോ നമ്മുടെ കുട്ടികളെ എന്താ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ തട്ടാതെ മുട്ടാതെ ഒരു മാനസികമായിട്ടും ഒരു അപകടങ്ങളൊന്നും സംഭവിക്കാതെ കെയർ ചെയ്ത് നല്ല ഒരു ഉത്തമ പൗരനാക്കി മാറ്റുന്നത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തം, അല്ലെ? അടിസ്ഥാനപരമായിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ പേരൻസും അവരെത്തിച്ചേരുന്നത്, കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയത്തിലുമായതുകൊണ്ട് തന്നെ അധ്യാപകർക്കും എന്തുണ്ട്? ഒരു നല്ല പങ്കുണ്ട്. അപ്പം ടീച്ചർ പേരന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ശോഭിച്ചിട്ടുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും നിഷ്കളങ്കമായ നമ്മുടെ കുഞ്ഞു മക്കളാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. നമ്മളിപ്പോ അമ്മയുടെ ഉദരത്തിലുണ്ടാവുമ്പോ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടി വേണം, ഡോക്ടറുടെ കുട്ടി വേണം, അങ്ങനെ വിചാരിച്ചിട്ടാണോ? അല്ല, നല്ല ആരോഗ്യവാനായ ഒരു മോനെയോ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഭൂമിയിലേക്ക് വരുന്ന നമ്മുടെ കുഞ്ഞു മക്കള് എങ്ങനെയാണ് ഈ കള്ളന്മാരും കള്ളുകുടിയന്മാരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെടുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ആയിട്ട് നമ്മൾ ഈ മക്കൾ എങ്ങനെയാ മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ഇവര് മാറുന്നത്? അതായത് ഒരു വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ സൈക്കോളജി പറയുന്നുണ്ട്. ഒന്നാമത്തത് തലമുറയാണ്. തലമുറകളിലൂടെ പകർന്നു കിട്ടുന്ന ജീനുകൾ, അതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല, നമ്മളുടെ കൈകളിലല്ല, അല്ലെ? പക്ഷേ രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? അവ വളർന്നു വരുന്ന സാഹചര്യം. ആ കുട്ടി അവനോ അവളോ ആരും ആയിക്കോട്ടെ, ആ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടീനെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നത് അവന്റെ സാഹചര്യമാണ്. അതായത് പാരന്റ്സ് ആർ ടാങ്ക്സ് എന്ന് പറയുന്നത്. ടാങ്ക്, നമ്മുടെ വീട്ടിലെ വെള്ളം വരുന്ന ടാങ്ക് ഇല്ലേ? ടാങ്ക്. ചിൽഡ്രൻ ആർ ടാപ്പ് എന്ന് പറയുക. പാരന്റ്
ചിൽഡ്രൻ ടാപ്പുമാണ്. അതായത് മോളിൽ എന്താണത്, മോളിൽ ഒരു കരിക്കും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ ടാപ്പിലൂടെ എന്തേ വരൂ, കരിക്കും വെള്ളം വരും അല്ലേ. അതേസമയം മോളിൽ ചളിയാണ് കൊടുക്കുന്നെങ്കിലോ താഴെ കിട്ടുന്നത് കട്ട ചളിയായിരിക്കും അല്ലേ. അതായത് നമ്മൾ എന്താണോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് അതായിരിക്കും അവരിൽ നിന്ന് നമുക്കും കിട്ടുക, അതായിരിക്കും നമ്മുടെ രാജ്യത്തിന് കിട്ടുക. അതായത് നമ്മള് ജീവിത സാഹചര്യം പറഞ്ഞില്ലേ, വൈകുന്നേരം സ്കൂൾ വിട്ട് കുഞ്ഞ് വീട്ടിലെത്തുന്നത് മുതലേ അവന് സന്തോഷമല്ല കിട്ടുന്നതെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങള്, അച്ഛനും അമ്മയും തമ്മിലെ പ്രശ്നങ്ങള്, അമ്മയും അമ്മമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ ആവുമ്പോ നമ്മളെ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല. കാരണം അവന്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. അവന് പഠിക്കാൻ പറ്റിയ അവസ്ഥയല്ല, അല്ലെങ്കിൽ അവന് കളിക്കാൻ ചിരിക്കാൻ പറ്റിയ അവസ്ഥയല്ല. നമ്മൾ ഒരുപാട് നിയന്ത്രണം കൊണ്ടുവരുന്നു, പഠിക്കണം 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 ഒരുപാട് നിയന്ത്രണം കൊണ്ടുവരുമ്പോഴോ അതും അവനെ സംബന്ധിച്ചല്ല. അവന് കളിക്കണം, ചിരിക്കണം, കുറച്ച് ടി വി ഒക്കെ കാണണം, കുറച്ച് മൊബൈലൊക്കെ നോക്കണം. ഈ മൊബൈൽ നോക്കുന്നത് പറഞ്ഞപ്പോ മൊബൈല് നോക്കണ്ട എന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല. അവരെടുത്ത് ഉണ്ടോ? ഒരു അവകാശമില്ല. ഇത്രയും ടെക്നോളജിക്കലായി ഡിജിറ്റലൈസ്ഡ് ആയ ഈ ലോകത്ത് അവരോട് മൊബൈൽ നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ എന്താക്കി നമുക്ക് കിട്ടും. എന്തുകൊണ്ടാ? ആദ്യം നമ്മൾ നന്നാവണോ? ആദ്യം നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ മൊബൈൽ ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ചിട്ട്? ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ നോക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? സ്റ്റാറ്റസ് വൈഡ് വെറൈറ്റീസ് ഓഫ് സ്റ്റാറ്റസ് ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഈ കുഞ്ഞുങ്ങളും എന്ത് കണ്ടാ പറയുന്നത്? വളരുന്നത് മാത്രമല്ല, നമ്മുടെ ഉദരത്തിൽ ഉണ്ടായ സമയം മുതൽ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ശരിയാണ്, ഉദരത്തിൽ ഉണ്ടായ സമയം മുതൽ നമ്മളൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അവരവിടുന്നേ അത് കേട്ടിട്ടാ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുത്. അത് ശരിയാണോ? അല്ല. അപ്പം അവരെ പിടിച്ചാൽ കിട്ടോ? ഇല്ല. പിടിച്ചാൽ കിട്ടാത്തൊരു ലോകത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞു മക്കളുടെ പോക്ക് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വളരെ ദയനീയം. എന്താ വെച്ചാല് നമ്മുടെ പേരൻസിന്റെ ആഗ്രഹങ്ങൾക്ക്, പേരൻസിന് പണ്ട് അച്ഛനും അമ്മയും നോക്കുന്ന സമയത്തൊന്നും നന്നായിട്ട് ഫുഡൊന്നും കിട്ടിയില്ല, നല്ല സ്കൂളിലൊന്നും പഠിക്കാൻ പറ്റിയില്ല, സോ എനിക്കൊന്നും ആരും ആവാൻ പറ്റിയില്ല. അപ്പോ പേരൻസിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുമക്കളെ കാണുന്നത്. എപ്പോഴും എല്ലാ പേരൻസും വിളിക്കുമ്പോൾ എനക്കോ ടീച്ചറെ പറ്റിയിട്ടില്ല, ഇവനെങ്കിലും ഒന്ന് ഇത് പഠിച്ചൂടെ, എത്ര ആൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എല്ലാരും പറയാറുണ്ട്, എന്താ ഇവനെ ഒന്നും പഠിച്ചിട്ട് ഇവൻ എന്ത് ബുദ്ധിമുട്ടായുള്ളത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വിടുന്നത്, അച്ഛനും അമ്മയും അധ്വാനിക്കുന്നു, അവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുന്നു, അവൻ ഒന്ന് ഇരുന്ന് പഠിച്ചുകൂടി, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ, വീട്ടിൽ പണിയെടുക്കാൻ പറയുന്നുണ്ടോ? പറയാറില്ലേ? അവർക്ക് പഠിക്കേണ്ട കഴിവ് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് പഠിക്കുന്ന, സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അവിടെ വലിയ മല മറിക്കുന്ന പഠിത്തം പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, വീട്ടിൽ പഠിക്കാനൊന്നും ഇല്ലാന്നാണ് അവരെ വർത്താനം അല്ലേ. അപ്പോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എന്താ, നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹം ഈ പാവം മക്കളെ ഇങ്ങനെ നിങ്ങള് മാക്സിമം പറഞ്ഞ് ചൂഷണം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഞാനും അങ്ങനെ അല്ലേ, ഞാനെന്ന് പറയുന്ന പേരൻറ്റും എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ആനക്കുട്ടി, അമ്മ ആന ഒരു കുട്ടി ആനയോട് പറഞ്ഞു, മോനെ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നോക്കി ആ പറവേനെ പോലെ ഒന്ന് പറന്ന് നടക്കണമെന്ന്. ആനയോട് പറയാ, ആനക്കുട്ടിയോട് പറയാ, നടക്കുമോ ആനക്കുട്ടിക്ക് എപ്പോഴെങ്കിലും പറക്കാൻ? നടക്കൂല. അതുപോലെ തന്നെയാണ് നമ്മളുടെ പേരൻസിന്റെ ഈ പറഞ്ഞ ആഗ്രഹവും അതൊന്നും നടക്കില്ല. കാരണം എന്താണ്, ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടോ, അവരായിട്ടുണ്ടാക്കി ഒരു ചട്ടക്കൂട അവർക്ക് തന്നെയുണ്ട്. അവർ തന്നെ അവരുടെ റൂൾസ് ഉണ്ടാക്കുക അല്ലെ, അവര് തീരുമാനിക്കും. ഇപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞാലൊന്നും അവർ കേൾക്കണമെന്നില്ല, അവര് തന്നെ അവരുടെ റൂൾസ് ഉണ്ടാക്കുക. അവർക്ക് തന്നെ ചെയ്ത് തീരുമാനം, എനിക്ക് IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫാഷൻ ഡിസൈനർ ആവേണ്ടത്. ഒരു കുട്ടിക്ക് ഫാഷൻ ഡിസൈനർ ആവേണ്ടത്, പക്ഷെ അച്ഛനും അമ്മയും സ്വപ്നം കണ്ട് വളർത്തുന്നത് ഡോക്ടർ ആവാനാണ്. +2 കഴിഞ്ഞത് അവൻ MBBS വിത്ത് അതിന്റെ കോഴ്സിന് വിടുന്നു. നടക്കോ? അവൻ തിരിച്ചു വന്നു, 5 സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ട് അവൻ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. നടക്കോ? പേരൻസിന് താല്പര്യമൊന്നുമല്ല, അവിടെ നമ്മുടെ കുട്ടിക്ക് എന്തുണ്ട്, അവന് അവൻ്റെതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മള് മനസ്സിലാക്കി അതിനൊരുങ്ങിയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ നേരായ രീതിയിൽ കൊണ്ടുവരിക, അവന്റെ ഇഷ്ടംപോലെ വിടുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. ആസ് എ പേരന്റ്, നല്ലൊരു പേരന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് അല്ലേ. ശരിക്കും ഇത്രയൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തില് ആരാണ് നമ്മൾ
കുട്ടികളുടെ ഈ അവസ്ഥയ്ക്കൊക്കെ ഉത്തരവാദി ടെക്നോളജിയാണോ? ടെക്നോളജി അല്ല. ടെക്നോളജി ഒന്ന് നല്ലതിന് വേണ്ടി വന്നതാ. കുട്ടികൾക്ക് നല്ല അറിവും അല്ലെ കഴിവും അല്ലെ നമ്മുടെ സ്കൂളിൽ വന്ന് ഈ എഴുത്തും വായനയെക്കാട്ടിലും കുട്ടിക്ക് ഒരുപാട് ക്രിയേറ്റീവായ ഒരു പോസ്റ്റർ മേക്കിംഗ് പറഞ്ഞാണ്ടല്ലോ, ഒരു കോമ്പറ്റീഷൻ പോസ്റ്റർ മേക്കിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഓരോരാളുടെ കഴിവ് നോക്കണം. അതിനകത്ത് എങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെലക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമായിരുന്നു ഓരോ ചിത്രവും. അതായത് കുട്ടികളുടെ കഴിവ് എന്ന് പറയുന്നത് അത്രയും എന്താ, അവൻ അത്രയും കഴിവാ അല്ലെ. അപ്പോ ഈ പറഞ്ഞ അവസ്ഥയ്ക്കൊക്കെ സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? നമ്മളുടെ പേരൻസാ. എന്തുകൊണ്ടെന്നറിയോ? നമ്മള് നമ്മുടെ മക്കൾക്ക് താങ്ങും തണലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുകയാണ് അല്ലെ. നമ്മളുടെ മക്കൾക്ക് അതായത് അവരൊന്നും സംഭവിച്ചുകൂടാ അല്ലെ. അവരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പാടില്ല. സ്കൂൾ ബസ്സിന് കയറി അവിടെ ആയിരുന്നു, അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലെത്തുക. അവര് പുറം ലോകം ഒന്നും കാണിക്കാൻ പാടില്ല. കാണിച്ചാലും ഞാൻ കൊണ്ടുവന്ന ട്രിപ്പിലൂടെ മാത്രമേ അവർ ലോകം കാണാൻ പാടുള്ളൂ അല്ലെ. പിന്നെ അതുപോലെ അവരുടെ കാര്യങ്ങളൊന്നും ബാഗിലൊന്നും ബുക്കൊന്നും എടുത്തു വെക്കണ്ട. അതിന് അമ്മയില്ലേ, ജോലിക്ക് കൂലിക്കൊന്നും പോവാതെ അമ്മ വീട്ടിലിരിക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. എന്തിനാ വീട്ടിലിരിക്കുന്നത്? ജോലിക്ക് പോയിക്കൂടെ? പറ്റൂല. ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എന്താ, കുഞ്ഞിനെ നോക്കണം, അവര് വേണ്ട. എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞാല് പറയും എന്തിനാ നീ പറയാൻ പോലെ ചോദിക്കും. ഇന്ന് രാവിലെ ഞാൻ പറയും, ഇന്ന് ഞാൻ സ്കൂളിൽ ഒരു പാരന്റിംഗ് സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നതാണ്. എടുത്തു വയ്ക്കാനില്ല. നീ ആദ്യം നിന്റെ മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്, ഉച്ചക്ക് ചോറ് കൊടുക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് പാരന്റിംഗ് സെഷന്റെ ആവശ്യം. അതാണ് അല്ലെ ആളുകൾ കൺസെപ്റ്റ് പറയുന്നത്. എന്താ, പുരുഷന്മാർ അച്ഛന്മാർ എപ്പോഴും അയ്യോ മകൾക്ക് ഫുഡ് കൊടുക്ക്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ ഫുഡ് കൊടുക്ക്, അവനെ വളർത്ത്, അവനെ നോക്ക്. അതിന്റെ ഒക്കെ പോരാട്ടത്തിലാണ് നമ്മൾ നമ്മളുടെ വലിയ ജീവിതം നശിപ്പിക്കുക. ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾ ഓരോരുത്തരും ജോലിക്ക് പോകും, അവര് സ്വയം പഠിക്കട്ടെ, സ്വയം പര്യാപ്തരാവട്ടെ, അവര് തന്നെ ബുക്കുകൾ എടുത്ത് ബാക്കി വെക്കട്ടെ, അവൻ ഐ ഡി കാർഡ് അവൻ സ്വന്തമായിട്ട് സ്കൂളിൽ പോട്ടെ. എന്ത് ചെയ്തൊന്നും പറ്റൂലേ? ഷൂ തന്നെ പോളി ചെയ്യട്ടെ, തന്നെ സോക്സ് ഇടട്ടെ. പക്ഷെ എന്തിനാ എന്റെ മക്കൾ കഷ്ടപ്പെടുന്നത്? ഇതല്ലേ അമ്മ പറഞ്ഞിട്ട് ആര് പോവും? നമ്മുടെ അമ്മമാര് പോലെ 5 മണിക്ക് ഉറങ്ങി എണീച്ചിട്ട് ഓരോന്ന് നമ്മുടെ മക്കൾക്ക് കയ്യിലും വായിലും ഒക്കെ ആയിട്ട് കുട്ടി നിറച്ചിട്ട് ഈ സ്കൂൾ ബസ്സിൽ അല്ലേ. ഇപ്പൊ തലേ ദിവസം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരുന്നു, ഫംഗ്ഷനൊക്കെ പോയി പിറ്റേ ദിവസം ലേറ്റ് ആയിട്ട് ഉറങ്ങി എണീച്ചു, നേരെ ഇങ്ങോട്ട് വന്നു, സ്കൂളിലേക്ക് വന്നു. സ്കൂളിലെത്തുമ്പോ എന്താ, മാത്സിന്റെ ടെക്സ്റ്റ് എടുത്തിട്ടില്ല, മൈനസ് മാർക്ക് കൊടുത്തു. അപ്പോഴേക്കും എന്തായി, പാരന്റ്സിന്റെ കോളായി അല്ലേ. അതുമല്ല വേറെ എന്തൊക്കെ ഇതേപോലെ ഫംഗ്ഷൻ ലേറ്റ് ഫംഗ്ഷൻ നടന്നു, പിറ്റേ ദിവസം രാവിലെ മുന്നിരിക്കുന്നില്ല. എന്റെ അമ്മ ഈ ഹോംവർക്ക് ചെയ്യണ്ട, എന്ത് ചെയ്യണ്ട, ഇന്നിക്കട ഈ ഹോംവർക്ക് ഒന്ന് ചെയ്യണം. ചെയ്യുന്നില്ല, കുഞ്ഞ് ചെയ്യൂല, കുഞ്ഞ് ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. അപ്പൊ ആര് ചെയ്തു? അമ്മ ചെയ്തു അല്ലേ. അമ്മക്ക് മോനോട് സ്നേഹമുണ്ടല്ലോ. അമ്മ ചെയ്തു കൊടുത്തു. എന്താ, എന്റെ മോൻ ഇനി അതിന് വേണ്ടിട്ട് അവിടെ പോയിട്ട് മൈനസ് മാർക്ക് കൊണ്ട് വരണ്ട അല്ലെ. മൈനസ് മാർക്ക് കിട്ടിയാൽ എന്താ ഭയങ്കര പ്രശ്നല്ലേ. മൈനസ് മാർക്ക് ഒന്നും എന്റെ മോന് കിട്ടണ്ട, മോക്ക് കിട്ടണ്ട, അമ്മ ഇതല്ലേ ചെയ്യുന്നു. അമ്മ ചെയ്തിട്ട് സ്കൂളിലേക്ക് വിട്ടു. സ്കൂളിൽ എത്തുമ്പോ കുഞ്ഞു പോലും അറിയില്ലേ, ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഹോംവർക്ക് അല്ലേ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ കുഞ്ഞിന് അന്ന് മൈനസ് മാർക്ക് ഇമ്പോസ് ശക്തി എന്താണെന്ന് വെച്ചാൽ കിട്ടിക്കൊണ്ടെന്നൊക്കെ വിചാരിച്ചൂടെ? എങ്കിലും അവൻ പിറ്റേ ദിവസം അവർക്ക് തീർച്ചയായും എടുത്തു നോക്കുമല്ലോ, ഹോംവർക്ക് ചെയ്യുമല്ലോ. എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ മൈനസ് മാർക്ക് ആയിട്ട് ഇമ്പോസിഷൻ കിട്ടും. ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്യണം, വന്നു കഴിഞ്ഞിട്ടും അതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ കുഞ്ഞിന്? അങ്ങനെ ഒരു ചിന്ത വല്ല ഉള്ളിൽ വന്നാല് ഉറങ്ങാൻ പറ്റൂല അല്ലേ. അപ്പൊ ഇതൊക്കെ ആര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാ? നമ്മുടെ പേരൻസ് അല്ലേ. ഐ ഡി കാർഡ് എടുത്തില്ല, അപ്പൊ നേരത്തെ രാവിലെ ടീച്ചർ വിളിച്ചേ, എന്റെ അമ്മയെ ബസ് പോയി, ടീച്ചറെ മോൻ ഐ ഡി കാർഡ് എടുത്തില്ല, മൈനസ് മാർക്ക് കൊടുക്കല്ലേ. കൊടുക്ക ടീച്ചർ എന്താ പറയേണ്ടത്? അതാ കഴിവ് അല്ലെ. അങ്ങനെ അവൻ സ്വയം എന്താവട്ടെ, സ്വയം പര്യാപ്തമാവട്ടെ. ഇതിൽ ഒരുപാട് പേരൻസിന് അങ്ങനെ ചിന്തിക്കുന്നവർ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. ഒരുപാട് ആളുകള് ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. പക്ഷെ അതിന് ചുരുക്കം ആളുകൾ ഇങ്ങനെയുണ്ട്. എന്താ, ഈ പ്ലസ് മാർക്കിനൊക്കെ വേണ്ടി കുഞ്ഞിങ്ങനെ ചെയ്യുന്ന പേരൻസും നമ്മൾക്കിടയിലുണ്ട് അല്ലെ. കാരണം എന്താ, നമുക്ക് അവന്റെ വിജയമാണല്ലോ ആവശ്യം അല്ലേ. അപ്പോ ഞാൻ പറയുന്നത്, കുഞ്ഞിനെ തണല് കൊടുക്കാതെ കുറച്ച് വെയിലും കൂടി കൊള്ളിക്കുക. അവര് മനസ്സിലാക്കട്ടെ കുറച്ച് കഷ്ടപ്പാടുകള് അല്ലെ. അവരും ചെയ്യട്ടെ സ്വയമായിട്ടുള്ള ചില കാര്യങ്ങള് അല്ലെ. അങ്ങനെ വെയിൽ കൊള്ളുമ്പോ പെട്ടെന്നൊരു വെയിലൊന്നും കൊണ്ടാൽ അവനൊന്നും വാടിപ്പോവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മോനും മോളൊക്കെ 10ാം ക്ലാസ്സിന് മാർക്ക് കുറഞ്ഞു, +2 മാർക്ക് കുറഞ്ഞു, വീട്ടിലെ ഫാനിൽ തൂങ്ങിയാടും, ജനലിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്.
വല്ലാതെ നോവിക്കുന്ന ചില ചോദ്യങ്ങളാ. കാരണം എന്താ, അവന്റെ മനസ്സില് അവന്റെ അച്ഛനും അമ്മയുമാണെന്ത് സേഫ് സോൺ അല്ലേ. ഒന്നും എന്റെ അച്ഛൻ പറയില്ല, ഒന്നും എന്റെ അമ്മ പറയില്ല. പല മക്കളുടെയും അച്ഛന്റെ അടുത്തേക്ക് കുഞ്ഞിനെ കുറിച്ച് വിവരം എത്തണമെങ്കിൽ ആര് വഴി പോണം? അമ്മ വഴി പോണം. അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛന് പൂർണ്ണമായ ഉത്തരവാദിത്വം ഇല്ല ഈ മോനിലെ മോളില് ഉണ്ട്. അപ്പോ നമ്മളുടെ മക്കൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയും വരാതിരിക്കാൻ നമ്മൾ പേരൻസ് തന്നെ എന്ത് ചെയ്യണം? അതിന് മുൻകൈ എടുക്കണം അല്ലേ. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവരുടെ ഇന്നത്തെ കാലഘട്ടം ഡിപ്രഷന്റെ കാലഘട്ടം. പ്രായഭേദമന്യേ എല്ലാവരിലും എന്തുണ്ട്? ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ടെൻഷൻ വരുമ്പോ അത് താങ്ങാൻ പറ്റുന്നില്ല. അത് നമ്മളിലും വരും, കുഞ്ഞു മക്കളിലും തീർച്ചയായും വരും. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അവരാകെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് ആണെങ്കിൽ പലതരത്തിലുള്ള ചിന്തകളിലൂടെയും ഒക്കെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. അപ്പൊ അവരിൽ ഈ ആത്മഹത്യ ടെൻഡൻസി എന്ന് പറയുന്നതൊക്കെ എന്താ കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ ജീവിക്കണ്ടെന്നൊക്കെ ഒരു ചിന്തയാണ് നമ്മുടെ കുട്ടികൾക്ക്. എന്തൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഞാൻ കയറിയിൽ തൂങ്ങും, അല്ലെങ്കിൽ ഞാൻ സ്കൂളിന്റെ മുകളിൽ താഴുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ചിന്തകൾ. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ ടെൻഷനായിരിക്കുന്നുണ്ടോ? എപ്പോഴും അതിനെ നമ്മുടെ കണ്ണുക്കാതെ മാർക്ക് നേരെ ഇരിക്കണം, നമ്മുടെ കുഞ്ഞിനെ നേരെ ഇരിക്കണം. കുഞ്ഞ് സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തോ? മൊബൈൽ നോക്കിക്കോ, കറങ്ങാൻ പോയി എന്തുവേണ്ട ആയിക്കോട്ടെ. കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ പിറ്റേ ദിവസം സ്കൂളിൽ വിടുന്നവരെ കണ്ണും കാതും അവനിൽ തന്നെ അയക്കണം, അവളിൽ തന്നെ അയക്കണം. ഒന്ന് മടി പിടിച്ച് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ, വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, കരയുന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവനോട് ചോദിച്ച് എന്താ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി വേണ്ട രീതിയിൽ നമ്മളെ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ആത്മഹത്യ ടെൻഡൻസി അല്ലെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പകുതി വരെ സാധിക്കും. മറ്റൊന്നാണ് മൊബൈലിന്റെ ഉപയോഗം പറഞ്ഞത്. മൊബൈൽ അമിതമായി ഉപയോഗിച്ചാൽ